ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത് ഇവിടെ സ്പ്രിങ്ങിൻ്റെ സീസണൊക്കെ തുടങ്ങി. സ്പ്രിങ് അല്ല, ഫോൾ സീസണൊക്കെ തുടങ്ങി. അപ്പോൾ അത് നല്ല തണുപ്പൊക്കെ ആയി തുടങ്ങി. ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ കുറേയൊക്കെ പോയിട്ടോ. പിന്നെ മുളകുകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങൾ കണ്ടത് വെള്ളക്കാന്താരിയാണ്. പിന്നെ അതേ നമ്മുടെ ആ നീട്ടുള്ള മുളകുകളും കറിമുളകുകളുണ്ടല്ലോ, അതും ഇതും അതെ കറിമുളകാണ്. അതുമെല്ലാം ഇപ്പോഴും ഇഷ്ടം പോലെ മുളകുണ്ടായി നിൽക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് നമുക്കത് പറിച്ച് കളയാനും പറ്റുന്നില്ല. എനിക്ക് കുറച്ചെടുത്ത് വീടിൻ്റെ അകത്തോട്ട് വെക്കണമെന്നുണ്ട്. സേവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സേവ് ചെയ്തിട്ട് അടുത്ത വർഷം യൂസ് ചെയ്യാനായിട്ട്. ഇത് വഴുതനങ്ങയാണ് കേട്ടോ. ഇത് ഞാൻ ഇനിയിപ്പോൾ പറിക്കുന്നില്ല, കാരണം അത് അത്യാവശ്യം മൂത്തു. ഇന്ന് രാവിലെ ഞാൻ കുറച്ച് പറിച്ചെടുത്തു. ഇപ്പോൾ ഈ കളർ ചേഞ്ച് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അത്യാവശ്യം നല്ല മൂത്തിട്ട് അതിൻ്റെ സീഡ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങിക്കണം. അതായത് നമ്മുടെ അടുത്ത ഗാർഡനിലുള്ള മുളകുകളാണ്. എല്ലാം ഇപ്പോഴും നല്ല വലിപ്പത്തിലെല്ലാം നിൽക്കുന്നുണ്ട്. ഈ മുളകൾക്കെല്ലാം ഇപ്പോഴും നല്ല വലിപ്പമുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ നെയ്മുളകാണിത്. അതുമെല്ലാം ഇപ്പോഴും പൂവുണ്ടായി നിൽക്കുന്നുണ്ട്, മുളകും ഉണ്ടാവുന്നുണ്ട്. ഇത് ചെറിയ കറിമുളകുകളും, ഇതാ മറ്റേ മുന്നിൽ കാണിച്ച നീട്ടുള്ള മുളക്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സൺഫ്ലവറിൻ്റെ എല്ലാം ഞാൻ പറിച്ചു കളഞ്ഞു കേട്ടോ. എല്ലാ സൺഫ്ലവറുകളും പറിച്ചു കളഞ്ഞു. ഇപ്പോൾ അതിനകത്ത് മുളകും പിന്നെ വെണ്ട, വഴുതനങ്ങ അത് മാത്രം നിൽക്കുന്നത്. പക്ഷേ ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ടെമ്പറേച്ചർ 4ഉം 3ഉം വരെ താന്നു പോയായിരുന്നു. പക്ഷേ ഇന്ന് കുറച്ച് കൂടുതലുണ്ട്. ഇന്ന് 18 ഡിഗ്രി ഉണ്ട്. അതുകൊണ്ടാണ് പുറത്തിറങ്ങിയിട്ട് ഇതൊക്കെ ഞാനൊന്ന് വീഡിയോ എടുത്തത്. മുളകുകളാണ് മൊത്തം ഇപ്പോഴും അങ്ങനെ പോവാതെയൊക്കെ നിൽക്കുന്നത്. ഇതിനൊക്കെ നല്ല എരിവുള്ള മുളകാണ്. നമ്മളിപ്പോൾ വീട്ടിലേക്കെല്ലാം യൂസ് ചെയ്യുന്ന ഇതാണ്. കുറേ പറിച്ച് ഞാൻ ഫ്രീസർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും ദേ ഇത്രയും പറിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറേയൊക്കെ ഇന്ന് പറിച്ചെടുക്കണം. പിന്നെ പറ്റുകയാണെങ്കിൽ നമ്മുടെ വെള്ളക്കാന്താരിനെയും അങ്ങനത്തെ കാന്താരി മുളക് 2-3 നിൽക്കുന്നുണ്ട്. അതിനൊക്കെ ഒന്ന് പറിച്ച് ചട്ടിയിലാക്കിയിട്ട് നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിയില്ല എന്തുമാത്രം അകത്തോട്ട് കയറ്റി വയ്ക്കാൻ പറ്റുമെന്ന്. കാരണം നമ്മുടെ കുറേ സ്പേസ് പോവും. പിന്നെ അതാ ഇത് നമ്മൾ തക്കാളി നട്ട സ്ഥലമാണ്. ഇപ്പോഴും ഇഷ്ടംപോലെ തക്കാളി അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും അതാ പഴുത്ത് നിൽക്കുന്ന തക്കാളികൾ. പിന്നെ അതാ ഇത് ഫുള്ളും നമ്മുടെ ചെറി ടൊമാറ്റോസാണ്. കുറേ ഇതേപോലെ തന്നെ തക്കാളിയും അതെ കുറേ പറിച്ച് നമ്മൾ ഫ്രീസറിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പറിച്ച് നന്നായിട്ട് മടുത്തായിരുന്നു. കുറേയൊക്കെ പറിച്ച് ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. പിന്നെ കുറേ പൊഴിഞ്ഞ് താഴെ വീണിട്ടുണ്ട്. പക്ഷെ അത് വലിയ പ്രശ്നമില്ല, കാരണം അടുത്ത വർഷം ചില സമയത്ത് ആ പൊഴിഞ്ഞ് വീണേന്ന് തന്നെ തൈ മുളച്ച് വരും. അപ്പോൾ അടുത്ത വർഷം ഞാൻ എന്തായാലും തക്കാളി മേടിക്കുന്നില്ല, കാരണം ഇത് ഒരുപാടുണ്ട്. ഈ പ്രാവശ്യം ഒരുപാട് ഫ്രീസർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി വിൻ്ററിൽ തക്കാളി മേടിക്കേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാതിരി തക്കാളികൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ നമ്മുടെ മുന്തിരിയൊക്കെ പോയേട്ടോ. ഇത് വലിപ്പമുള്ള തക്കാളികളാണ്. അതും അത്യാവശ്യം അവിടെ പഴുത്ത് നിൽക്കുന്നുണ്ട്. പലതരത്തിലുള്ള വലിപ്പമുള്ള തക്കാളികൾ വെച്ചായിരുന്നു. പക്ഷെ നമ്മളാകെ എനിക്ക് തോന്നുന്നു 4-5 തൈ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഒരുപാടുണ്ട്, ഒരുപാട് വലുതായി വന്നിട്ടുണ്ട്. ഇപ്പോഴും കുറേ പച്ചത്തക്കാളികളുണ്ട്, പഴുത്തതുണ്ട്. കുറേ പച്ച ഞാൻ പറിച്ച് വെച്ചിരുന്നു കേട്ടോ. പറിച്ച് പുറത്ത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അത്യാവശ്യം പഴുത്ത് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളതെടുത്ത് കറിക്ക് ഉപയോഗിക്കാനൊക്കെ കുറേ വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇതാണിതേ വീണ്ടും കുറേ ചെറി ടൊമാറ്റോസും ആ വലിപ്പമുള്ള തക്കാളികളും എല്ലാം മിക്സായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മുടെ ആ സൈഡിൽ നമ്മൾ റേസ്ഡ് ബെഡ് ഉണ്ടാക്കിയായിരുന്നില്ലേ, അതിനകത്ത് നിൽക്കുന്ന മുളകാണ് ഈ കാണുന്നത്. നെയ്മുളകും പിന്നെ കുറച്ച് കാന്താരിയും. ബാക്കിലുണ്ടായിരുന്ന നമ്മുടെ പാവയ്ക്ക, കുക്കുംബർ, പിന്നെന്തായാലും നട്ടായിരുന്നു നമ്മൾ പയറ്, മത്തനല്ല കുമ്പളങ്ങ, അതെല്ലാം പോയിട്ടോ. അതിൻ്റെ വള്ളികൾ മാത്രമേ ഉള്ളൂ. ഇനി അത് മൊത്തം പറിച്ച് നമുക്കത് ക്ലീൻ ചെയ്യണം. പിന്നെ സൈഡിൽ കോവൽ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുരിങ്ങയാണിത്. മുരിങ്ങ അത്യാവശ്യം ഹൈറ്റ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫെൻസിൻ്റെ അത്ര ഹൈറ്റ് ആയിട്ടുണ്ട് ഒരു മുരിങ്ങ. അതിനെ നമുക്ക് അകത്ത് കയറ്റണം. പിന്നെ ഇതാ ഇത് ഡാലിയ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഞാൻ ഡാലിയയുടെ ആ കിഴങ്ങ് മേടിച്ച് വെച്ചിട്ടുണ്ടായി. ഡാലിയാസാണത്. ഇത് കുറച്ച് കാലം കൂടെ നിൽക്കും. ഡാലിയകളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂക്കളാണ്. നമ്മുടെ ബീട്രൂട്ടിൻ്റെ കളറുള്ള പൂക്കളാണത്. പിന്നെന്താ, പിന്നെ കൊതുകിൻ്റെ ചെടിയൊക്കെയാണ്. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ പൊയ്ക്കോളും. പിന്നെ റോസുമ്മയും അത്യാവശ്യം പൂക്കളുണ്ട്. ചീത്തയായി തുടങ്ങി. പക്ഷേ ഇനിയിപ്പോൾ അധികം ദിവസമില്ലാത്ത കാരണം ഞാൻ ഒന്നും വെട്ടിക്കളയാനൊന്നും നിൽക്കുന്നില്ല. അത് കുറച്ച് കഴിയുമ്പോൾ എല്ലാം കൂടെ പൊഴിഞ്ഞ് പൊയ്ക്കോളും. പിന്നെ അതായത് നമ്മുടെ മഞ്ഞ റോസൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പിന്നെ ഞാനിത് ബാക്ക് യാർഡ് മാത്രമാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ചെമ്പരത്തി ഞാൻ അകത്തോട്ട് കയറ്റി വയ്ക്കാനായിട്ട് ചട്ടിയിലോട്ട് പറിച്ചാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഈ റോസ് ബാക്കിൽ നിൽക്കുന്ന ഹോളി ഹോക്ക് എന്ന് പറഞ്ഞൊരു ചെടിയാണ്. അതിൻ്റെ തന്നെ പല വെറൈറ്റീസ് ആ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അതൊക്കെ അടുത്ത വർഷം തിരിച്ചു വരും കേട്ടോ. നമ്മൾ വീണ്ടും മേടിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. എല്ലാം അടുത്ത വർഷം തിരിച്ചു വരും. ഇത് നമ്മുടെ കുഞ്ഞിച്ചെമ്പരത്തിയാണ്. പിന്നെ നമ്മൾ ആ ഫസ്റ്റ് നട്ട കുറച്ച് റോസുകളും, പിന്നെ നമ്മുടെ സീനിയ,
പിന്നെ അതാ ഇതുമൊക്കെ നോക്കി കാണാം, നിറച്ച് മുട്ടുകൾ ഇപ്പോഴും ഉണ്ട്. റോസുകൾ എനിക്ക് തോന്നുന്നു ഒരു നവംബറൊക്കെ വരെ ചിലപ്പോൾ ലാസ്റ്റ് ചെയ്യും, പക്ഷെ ബാക്കി ചെടികളൊക്കെ പോവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹോളി ഹോക്കിൻ്റെ തന്നെയാണ് ബാക്കിൽ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ എന്താണ് ബ്ലാങ്കറ്റ് ഫ്ലവർ. പിന്നെ ഈ റോസുമ ഇപ്പം അധികം പൂക്കളില്ല. ഇത് നമ്മുടെ ക്ലൈമ്പിങ് റോസുകളാണ്, അതുമൊക്കെ നിറച്ചും പൂക്കളുണ്ട് ഇപ്പോഴും. നമ്മൾ വെച്ച് കൊടുത്തേക്കണം ഇതുമേ മോർണിംഗ് ഗ്ലോറിയും സിൽവർ ലേസും അങ്ങനെ കുറച്ച് വേറെ പടർന്നു പോണ ചെടികളൊക്കെ കൂടി ഉണ്ട്. അതുമേ ഇപ്പോഴും പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എല്ലാം പോവും, എന്നിട്ട് അടുത്ത വർഷം എല്ലാം വെക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ബായ്.